ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഉത്രാട നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ഒരു ചിത്രമുണ്ട്, അതും കൂടി തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിലുള്ളൊരു ഭാഗം തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് 2025. അതായത് ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ രീതിയിലും അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് 2025. പലപ്പോഴും സൂര്യൻ്റെ സ്വാധീനം ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു. സൂര്യ എന്ന ഗ്രഹത്തിൻ്റെ അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കൊണ്ടുതരുന്നു. അതിൻ്റെ സ്വാധീനം തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പം നല്ലൊരു മാറ്റം വരും. അതുകൊണ്ട് തന്നെയാണ് തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്ന് പറയുന്നത്. ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ വരുമാനം വർദ്ധിക്കുകയും നിക്ഷേപങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മളുടെ വരുമാനം വർദ്ധിക്കുന്നു, നിക്ഷേപങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അനാവശ്യമായ ചർച്ചകൾ പരമാവധി ഒഴിവാക്കുന്നത് ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചർച്ചകൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചർച്ചകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് 2025 ഉത്രാടം നക്ഷത്രക്കാർക്ക്. പ്രണയത്തിലും ദാമ്പത്യത്തിലൊക്കെ ചെറിയ ചില വെല്ലുവിളികൾ ഇവർ അഭിമുഖീകരിക്കേണ്ടി വരും. കരിയർ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അതായത് കരിയറിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട സമയമാണ്. പലപ്പോഴും ചെറിയ പരിശ്രമത്തിലൂടെ ഉയരത്തിലെത്താൻ ഇവർക്ക് സാധിക്കും. ജീവിതത്തിൽ പങ്കാളിക്കായി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ളൊരു അവസരമാണ് ഇപ്പോഴത്തെ സമയം. ഈ വർഷം ധാരാളം നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം. ജീവിതശൈലി ആരോഗ്യകരമായിരിക്കണമെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പിന്നെ നമുക്ക് വരുമാനം ഒക്കെ ഒരുപാട് വന്നു ചേരും. മക്കളുടെ വിവാഹം സുഗമമായി നടത്താനാകും. സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി, വേതന വർധന ഇതൊക്കെ ലഭിക്കുന്നതാണ്. സമൂഹത്തിലെ നല്ല കാര്യങ്ങൾക്ക് മാനസികവും ഭൗതികവുമായ പിന്തുണ നൽകും. ഉത്രാടം നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും നല്ലൊരു വർഷമാണിത്. ഒടുവിലെ ശനിമാറ്റം ഗ്രഹത്തിൽ ക്ലേശാനുഭവങ്ങൾക്ക് കാരണമായേക്കാം. ഒടുവിലത്തെ ശനിമാറ്റം ക്ലേശാനുഭവങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ് പറഞ്ഞത്. സാധാരണ വരുന്നതിൽ നിന്നും വ്യത്യസ്തമായി വർഷമധ്യത്തിൽ വ്യാഴം, രാഹു എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം തൊഴിലിലും വ്യക്തിപരമായും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് തന്നെയാണ് കാണുന്നത്. സാമാന്യത്തിലധികം നേട്ടങ്ങൾ ആരംഭത്തിൽ തന്നെ ദൃശ്യമാകും. അതായത് ആരംഭത്തിൽ തന്നെ നല്ലൊരു നേട്ടം ഉണ്ടാകും. സ്വന്തം സംരംഭങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച വരുമാനം വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ നക്ഷത്രത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ഉത്രാട നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.